ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അനി ദേവയാനിയോട് ചോദിക്കുന്നുണ്ട്, അനാമിക രാവിലെ ഇവിടുന്ന് ഇറങ്ങി പോകുന്നു, എപ്പോഴൊക്കെയോ തിരിച്ചു കയറി വരികയൊക്കെ ചെയ്യുന്നു, വല്യമ്മ ഇതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോന്ന്. മോനെ, അതൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഭർത്താവ് എന്ന നിലയ്ക്ക് നീയല്ലേ, അല്ലാതെ അമ്മയോ വല്യമ്മയോ ഒന്നും അല്ലല്ലോ എന്ന് ദേവയാനി പറയും. എന്തായാലും നീ അതൊന്നും ശ്രദ്ധിക്കണ്ട. ഇപ്പം തൽക്കാലം എൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് ആദർശിൻ്റെ ടെൻഷനാണ്. അവൻ എന്താണ് പറ്റിയെന്നാണ് ആദ്യം അറിയേണ്ടത്. നീ അതൊന്ന് തിരക്കി അറിയണമെന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനി പുറത്തേക്ക് അങ്ങ് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ആദർശം നയനയും കൂടി ഇരുന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്നതാണ്. ആദർശ് അന്നേരം ഈ ഫുഡിനകത്ത് ഇങ്ങനെ കൈയിട്ടുകൊണ്ടിരിക്കുന്ന, അല്ലാതെ കഴിക്കത്തില്ല. അപ്പം നയന പറയും, ആദർശേട്ടൻ എന്താ ഇങ്ങനെ ചോറിനകത്ത് കൈയിട്ടുകൊണ്ടിരിക്കുന്ന, കഴിക്കുക, അമ്മ കഷ്ടപ്പെട്ടൊക്കെ ഉണ്ടാക്കി തന്നു വിട്ടതല്ലേ എന്നൊക്കെ പറയും. എനിക്ക് വിശക്കുന്നില്ല, അത് കാരണം കഴിക്കാൻ തോന്നില്ലെന്ന് പറയും. എങ്ങനെ കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ വല്ല അസുഖം ഉണ്ടാകുകയില്ലേ, എന്തായാലും ആദർശേട്ടൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത് എന്നോട് തുറന്ന് പറയാനൊക്കെ പറയും. എനിക്കിപ്പോൾ ഒന്നും പറയാനൊന്നുമില്ല, എനിക്ക് ആഹാരം വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇവർ പിന്നെ കഴിക്കാതൊക്കെ ഇരിക്കുന്നതാണ്. പിന്നെ അവർ ഓഫീസിൽ നിന്ന് തിരിച്ചിറങ്ങി വരുമ്പോഴത്തേന് അന്നേരം നയന ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താ ആദർശേട്ടാ പ്രശ്നം എന്താണെന്നൊക്കെ. അന്നേരം ആദർശ് പറയും, എൻ്റെ പ്രശ്നം എന്താണെന്ന് ഇപ്പം എനിക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ നമ്മളോട് ഇഷ്ടമുള്ളവർ ചെയ്യേണ്ടത് നമ്മളെ ഇതുപോലെ ഇറിറ്റേറ്റ് ചെയ്യാതെ അവരെ തനിച്ച് വിടുക ചെയ്യേണ്ടതെന്നൊക്കെ പറയും. അപ്പോൾ നയന പറയും, അതല്ല എല്ലാവർക്കും ബുദ്ധിമുട്ടാകുകയില്ലേ, ആദർശേട്ടനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ബുദ്ധിമുട്ടാന്ന് പറയും. സ്നേഹിക്കുന്നവർ ഇങ്ങനെയുള്ള അപ്പോൾ അവരെ വെറുതെ വിടുക ചെയ്യേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് കാറിലോട്ട് കയറാൻ തുടങ്ങുന്നുണ്ട്. പെട്ടെന്ന് തല കറങ്ങി വീഴാൻ തുടങ്ങുന്നുണ്ട്. അപ്പോഴത്തേന് സെക്യൂരിറ്റി ഓടി വന്നിട്ട് കാറിൻ്റെ അടുത്തുനിന്ന് ആദർശിനെ പിടിച്ച് അകത്ത് കയറ്റുന്നുണ്ട്. അപ്പം നയന പറയും, പെട്ടെന്ന് വണ്ടി ഹോസ്പിറ്റലിലോട്ട് വിടാൻ പറയും. ആദർശ് അപ്പം പറയുന്നുണ്ട്, വേണ്ട, ഹോസ്പിറ്റലിൽ പോകണ്ട എന്നൊക്കെ പറയും. വേണ്ട ചേട്ടാ, ഹോസ്പിറ്റലിലോട്ട് പോകണമെന്ന് നയന പറയുന്നുണ്ട്. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴേ ഡോക്ടർ ആദർശിന് ട്രിപ്പൊക്കെ ഇട്ട് കിടത്തുന്നുണ്ട്. എന്നിട്ട് ചോദിക്കും, എന്തൊരു BP ആയത്, ഇങ്ങനെ BP കയറിപ്പോയാൽ എന്ത് ചെയ്യും, ആദർശ് എന്താ സംഭവം, മനസ്സിലെന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പം നയന പറയുന്നുണ്ട്, എന്തോ മനസ്സിലുണ്ട്, അത് ആരോടും പറയുന്നില്ല ആദർശേട്ടെന്ന് പറയും. അത് എന്തായാലും തുറന്ന് പറഞ്ഞേ പറ്റത്തുള്ളൂ എന്ന് ഡോക്ടർ ആദർശിനെ ഉപദേശിക്കുന്നുണ്ട്. എന്നിട്ട് പറയും, ഇവിടുത്തെ സൈക്കാട്രിസ്റ്റിനെ ഒന്ന് കണ്ടേച്ച് പോയാമെന്ന് പറയും. എനിക്ക് സൈക്കാട്രിക് പ്രോബ്ലം ഒന്നും ഇല്ല ഡോക്ടറെ എന്ന് ആദർശം പറയും. അതൊന്നും ആരും സമ്മതിച്ച് തരാറില്ലല്ലോ, എന്തായാലും അത് ആരുടെയും ഒക്കെ ഷെയർ ചെയ്തില്ലെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ടാവും. ECG പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും ഇപ്പം പെട്ടെന്ന് തന്നെ കൊണ്ടുവന്നുകൊണ്ടാണ് സ്ട്രോക്ക് ഒന്നും ഉണ്ടാകാതിരുന്നത്, അല്ലെ ഇപ്പോൾ സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യത വരെ ഉണ്ടായിരുന്നു, അത്രയ്ക്ക് BP ഉണ്ടായിരുന്നു എന്നൊക്കെ പറയും. അത് കേൾക്കുമ്പോഴത്തേന് നയനയ്ക്ക് അങ്ങ് സങ്കടമാകുന്നുണ്ട്. നയന എന്തായാലും കാര്യങ്ങളൊക്കെ ആദർശിനോട് ചോദിച്ച് മനസ്സിലാക്കണം. ആദർശ് എന്ത് കാര്യമുണ്ടെങ്കിലും അത് നയനയോട് ആണെങ്കിലും അടുപ്പമുള്ളവരോട് തുറന്ന് സമ്മതിച്ച് പറയണം എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ അങ്ങ് പുറത്തേക്ക് പോകുന്നത്. ഡോക്ടർ പോയി കഴിയുമ്പോൾ നയന ചോദിക്കുന്നുണ്ട്, എന്താ ആദർശേട്ടാ എന്നോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ പറയാൻ, എന്തായാലും നിന്നോട് ഞാൻ പറയാം, ഇപ്പോൾ തൽക്കാലം ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞ് ആദർശ് അങ്ങ് കിടക്കുകയാണ്. അന്നേരം നയനയാകെ ടെൻഷനോടെ ഇങ്ങനെ ആദർശിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നന്ദുവും കൂട്ടുകാരിയും കൂടി ഇരുന്ന് സംസാരിക്കുന്നതാണ്. നന്ദു ഫോണെടുത്ത് നോക്കുമ്പോൾ അനിയുടെ ഒരുപാട് മെസ്സേജുകളും മിസ് കോളും ഒക്കെ കിടപ്പുണ്ട്. അന്നേരം കൂട്ടുകാരി ചോദിക്കുന്നുണ്ട്, അവൻ ഒത്തിരി പ്രാവശ്യം നിന്നെ വിളിച്ചിരുന്നല്ലേ, നിനക്കൊന്ന് തിരിച്ച് വിളിച്ചുകൂടെ അനിയെ എന്നൊക്കെ ചോദിക്കും. അതെങ്ങനെയാണ് ഞാൻ തിരിച്ച് വിളിച്ചാൽ ശരിയാകത്തില്ല, എന്നെ സ്നേഹിക്കുന്നവരൊക്കെ എൻ്റെ മനസ്സിലുണ്ട്, അവർക്കൊക്കെ ബുദ്ധിമുട്ടാകുകയില്ലേ, അതുകൊണ്ടാണ് ഞാൻ അവനെ വിളിക്കാത്തെന്നൊക്കെ പറയും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും അവനെ നിനക്ക് മറക്കാൻ പറ്റത്തില്ലല്ലോ, അവൻ കല്യാണം കഴിച്ച് പോയെന്ന് പറഞ്ഞാലും നിനക്ക് അവനോട് സ്നേഹം തന്നെയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കൂട്ടുകാരി. അപ്പം പറയും, എനിക്ക് അവനെ വെറുക്കാനുള്ള ഒന്നും അവൻ എന്നോട് ചെയ്തിട്ടില്ല, അത് കാരണം എനിക്ക് അവനോട് വെറുപ്പൊന്നുമില്ലെന്ന് പറയും. എന്നാൽ പിന്നെ നീ ഒന്ന് വിളിക്ക് എന്ന് കൂട്ടുകാരി പറയുന്നതനുസരിച്ച് നന്ദു അനിയെ വിളിക്കുകയാണ്. കഷ്ടകാലത്തിന് ആ സമയത്ത് കോൾ എടുക്കുന്നത് അനാമികയാണ്. എന്നിട്ട് എന്താടി വിളിച്ചെന്ന് ചോദിക്കും. അത് അനി എന്നൊക്കെ പറഞ്ഞ് തപ്പുകയാണ് നന്ദു. എന്നാൽ പറയും, അനി ചത്തുപോയി, നിനക്ക് നാണമില്ലടി, അവിടെ പഠിക്കാൻ പോയിട്ട് പോലും നീ എപ്പോഴും എൻ്റെ കിട്ടിയവനെ വിളിച്ചുകൊണ്ട് വെക്കാൻ വെക്കടി എന്നൊക്കെ പറഞ്ഞ് ഫോൺ വെക്കുകയാണ് അനാമിക. അന്നേരത്തേന് നന്ദു പറയും, നിന്നോട് ഞാൻ പറഞ്ഞതല്ലായിരുന്നു ആരോട്ട് വിളിക്കേണ്ടെന്ന്, ഇപ്പോൾ എടുത്തത് അവൻ്റെ ഭാര്യയായി, ഇനിയിപ്പോൾ അവിടെ എന്തെല്ലാം പ്രശ്നം ഉണ്ടാകുമെന്ന് ആർക്കറിയാം എന്നൊക്കെ പറഞ്ഞ് നന്ദുവിനാകെ ടെൻഷനാകുകയാണ്. അന്നേരത്തിന് കൂട്ടുകാർ പറയും, ഇതൊക്കെ പ്രേമത്തിൻ്റെ ഭാഗമാണ്, നീ അതൊന്നും മൈൻഡ് ഉണ്ടായെന്ന് പറയും. എനിക്ക് നന്ദുവിൻ്റെ ഫോൺ വന്നതിൻ്റെ കലിപ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അനാമിക. ആ സമയത്താണ് ജാനകി അങ്ങോട്ട് വരുന്നത്. അമ്മ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞ് അനാമിക ജാനകിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നന്ദു ഇപ്പോൾ ഇങ്ങോട്ട് വിളിച്ചായിരുന്നു, അവൾക്ക് അവിടെ ട്രെയിനിങ്ങിന് പോയിട്ടും അവിടെ ഇരിക്കപ്പുറതയില്ല, അവൾ ഇങ്ങോട്ട് വിളിയാ ഇവനെ എന്നൊക്കെ പറയും. അവൾ ഇങ്ങോട്ട് വിളിച്ചോ എന്നൊക്കെ ചോദിക്കും. അതെ, അവൾ വിളിച്ച് ഇവിടെ എന്നെ നോക്കാൻ എൻ്റെ ഭർത്താവിന് സമയമില്ല, റൂമിലുള്ള ഭാര്യയ്ക്കിട്ട് നോക്കാതെ അവൻ അഴിഞ്ഞാടി നടക്കുന്ന അവളുടെ പുറകെയാണെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. ഇവൾ ഇതെന്ത് ഭാവിച്ച, ഇവളോട് എല്ലാവരും ഉപദേശിച്ചിട്ടും ഇവർ രണ്ടുപേരും ഇതുപോലെ ആരും പറയുന്നൊന്നും കേൾക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ജാനകി. ഇങ്ങനെ സമയത്താണ് അനി അങ്ങോട്ട് കയറി വരുന്നത്. എടാ എന്തിനാടാ അവൾ നിന്നെ വിളിച്ചെന്നൊക്കെ വഴക്ക് പറയുന്നുണ്ട് ജാനകി. ആര് വിളിച്ച കാര്യമാണെന്ന് അനി അന്വേഷിക്കുന്നുണ്ട്. അന്നേരം പറയും, ആ നന്ദു അവൾ വിളിച്ച കാര്യമാണ് പറഞ്ഞെന്ന് പറയും. അവൾ എന്തിനാ നിന്നെ വിളിച്ചെന്ന് ചോദിക്കാൻ പറയും, ഞാൻ അവളെ കുറേ പ്രാവശ്യം അങ്ങോട്ട് വിളിച്ചിരുന്നു,
വന്നു, അതിന് കാരണമായിരിക്കും അവൾ തിരിച്ച് വിളിച്ചെന്ന് പറയും. അവനെ അല്ലെങ്കിലും അവളെ ന്യായീകരിക്കാൻ ഇച്ചിരി നാക്ക് കൂടുതലാണെന്നൊക്കെ അനാമിക പറയുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും എനിക്ക് ഇതൊന്നും അംഗീകരിക്കാൻ പറ്റത്തില്ല എന്നൊക്കെയാണ് അനാമിക പറയുന്നത്. അപ്പം ജാനകി പറയും, നീ ആരുടെയും പുറകെ പോകുന്ന കാര്യമൊന്നും നീ അന്വേഷിക്കുകയും വേണ്ട, നീ ഇനിയിപ്പോൾ എൻ്റെ മോളെ സ്നേഹിച്ച് ഇവിടെ നിന്നാൽ മതിയടാ എന്നൊക്കെ പറയും. എനിക്ക് ഇവളുടെ സ്നേഹമൊന്നും ആവശ്യമില്ലെന്ന് പറയും. അതൊന്നും നീ പറഞ്ഞാൽ ശരിയാകത്തില്ല. ഞാൻ നിന്നെ കല്യാണം കഴിപ്പിച്ചപ്പം തൊട്ട് എനിക്ക് ഒരു മകൾ മാത്രം കൂടെയാണ് കിട്ടിയിരിക്കുന്നത്, മകൻ മാത്രമല്ല. അതുകൊണ്ട് നീ പോയാലും ശരി, എൻ്റെ മോൾ ഇവിടെ കാണുമെന്നൊക്കെ പറയും. എനിക്ക് ഇവളുടെ സ്നേഹമൊന്നും വേണ്ട, എനിക്ക് ഇവളെ എതിലെ പോയാലും അത് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഇവളിവിടെ ഇഷ്ടം അനുസരിച്ച് പൊക്കോട്ടെ. അമ്മയെടുത്ത് ഇവളെ തലയിൽ വെച്ചു. അമ്മയ്ക്ക് അഭിമാനത്തോടെ പറയാമല്ലോ അമ്മയുടെ മരുമോൾ അഴിഞ്ഞാടി നടക്കുന്നവളാണെന്ന്. അത് അമ്മ അങ്ങ് സഹിച്ചോണോ എന്നൊക്കെ പറഞ്ഞിട്ട് അനി ദേഷ്യപ്പെട്ട് അങ്ങ് ഇറങ്ങി പോവുകയാണ്. അടി കിട്ടിയ പോലെ നിൽക്കുകയാണ് അനാമിക. നേരത്തേന് ജാനകിക്കും ഇത് പറയണമെന്നറിയത്തില്ല. അത് കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി വരുമ്പോഴത്തേന് അനി ഓർക്കുന്നുണ്ട്, ഞാൻ അവളെ എത്ര പ്രാവശ്യം വിളിച്ചായിരുന്നു നന്ദുവിനെ, എന്നിട്ട് അവൾ വിളിച്ച സമയം കൊള്ളാം, അത് അവളുടെ കയ്യിൽ തന്നെ വന്ന് പെട്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അനിയെ വിളിച്ചു നോക്കുകയാണ് നന്ദുവിനെ. നേരത്തേന് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നുണ്ട്. അന്നേരം സങ്കടം വരുന്നുണ്ട് അനിക്ക്. ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്തും നയന ആദർശനോട് ചോദിക്കുന്നുണ്ട്, എന്താ ആദർശേട്ടൻ്റെ മനസ്സിൽ ഇതുപോലെ പ്രശ്നം ഉണ്ടാകാനും BP കൂടാനൊക്കെ ഉള്ള സംഭവം എന്താ ഉണ്ടായേ, അതെന്നോട് പറഞ്ഞുകൂടെ എന്നൊക്കെ ചോദിക്കും. അതൊക്കെ നിന്നോടിപ്പം പറയാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ല ഞാനെന്നൊക്കെ പറയും. നമ്മൾ തമ്മിലുള്ള കരാർ ഇപ്പോൾ ആദർശേട്ടനല്ലേ തെറ്റിക്കുന്നത്. ഞാൻ അമ്മയായിട്ട് സ്നേഹത്തിലായ കാര്യം ആദർശനോട് പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ ആദർശന് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയെന്നൊക്കെ പറയും. എന്തായാലും നീ അമ്മയായിട്ട് സ്നേഹിക്കുക എന്നുള്ളത് എൻ്റെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ എൻ്റെ മനസ്സിലിരിക്കുന്ന കാര്യം അതങ്ങനെയുള്ളതല്ല, നിനക്കത് സന്തോഷം തരുന്ന കാര്യമേ അല്ലെന്നൊക്കെ പറയും. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അതെന്നോട് പറയണ്ടേ, ഇത്ര സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിട്ട് അതിങ്ങനെ മനസ്സിലിട്ടുകൊണ്ട് കിടന്ന പല പ്രശ്നങ്ങളും ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് നയന മാക്സിമം ചോദിക്കുന്നുണ്ട്. പക്ഷേ ആദർശൊന്നും വിട്ട് പറയുന്നില്ല. ഇവർ വീട്ടിൽ ചെല്ലുമ്പോഴത്തേന് ദേവയാനി വാത്ക തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അന്നേരം ചോദിക്കുന്നുണ്ട്, മോളെ ഇവനെ ഹോസ്പിറ്റലിൽ വല്ലതും കൊണ്ടുപോയോ, ഇവൻ രാവിലെയും ഉച്ചയ്ക്കും ഒന്നും ആഹാരം കഴിച്ചില്ലല്ലോ എന്നൊക്കെ പറയും. എന്നിട്ട് ആദർശനോട് ചോദിക്കും, നിനക്ക് ഉച്ചയ്ക്കും കഴിച്ചില്ല എന്നുള്ള കാര്യം മോള് വിളിച്ച് പറഞ്ഞതിന് നിനക്ക് എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കും. ഹോസ്പിറ്റലിൽ വല്ലതും പോകത്തില്ലായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേന് ആദർശ് പറയും, എനിക്ക് ഹോസ്പിറ്റലിൽ പോകാനുള്ള കാര്യമൊന്നും ഇല്ല അമ്മ എന്നൊക്കെ പറയും. ഇവർ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നുള്ള കാര്യമൊന്നും ദേവയാനിയോട് പറയുന്നൊന്നുമില്ല. അന്നേരം ആദർശിനോട് ദേവയാനി പറയുന്നുണ്ട്, നീ എന്തിനാ എന്ന് അനിയോട് ദേഷ്യപ്പെട്ടത്, അനിക്ക് ഭയങ്കര സങ്കടമായി എന്നൊക്കെ പറയും. നീ നയന മോളോടും ദേഷ്യത്തിലാണെന്നൊക്കെയാണല്ലോ പറഞ്ഞെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നയനമോൾ പാവമായോണ്ടല്ലേ മോനെ ഇതുപോലൊക്കെ സഹിക്കുന്നത്, നീ ഇനി ഇങ്ങനെയൊന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കല്ലേ, എന്തുണ്ടെങ്കിലും അവളോട് പറയണമെന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുമ്പോഴത്തേന് അനിയെ ഒന്ന് ഞാൻ കണ്ടേച്ച് വരാമെന്ന് പറഞ്ഞാൽ ആദർശ് അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പം ദേവയാനി നയനോട് ചോദിക്കും, അവൻ എന്തെങ്കിലും പറഞ്ഞോ മോളെന്ന്. ഇല്ല, ഒന്നും പറഞ്ഞില്ലമ്മേ, എന്താണ് കാര്യമെന്ന് എനിക്ക് അറിയത്തില്ല എന്നൊക്കെ നയനയും പറയുന്നുണ്ട്. ആദർശ് അനിയുടെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട്, എടാ എൻ്റെ മാനസികാവസ്ഥ അന്നേരം അങ്ങനെയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ടതെന്നൊക്കെ പറയും. എന്താ അതൊന്നും സാരമില്ല ആദർശേട്ടൻ എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നയനെ അങ്ങോട്ട് വന്ന് പാത്തു നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ ഇവരെന്താ പറയുന്നതൊക്കെ. ആദർശേട്ടൻ എന്നോട് ഒരു കാര്യവും മറച്ചു വെക്കാറില്ലല്ലോ, എന്തായാലും എന്നോട് പറയാനൊക്കെ പറയും. എടാ എൻ്റെ മനസ്സിലുള്ളത് എനിക്കിപ്പോൾ ആരോടും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്, നിന്നോട് പറയണമെന്ന് എനിക്കുണ്ട്. എന്തിങ്ങനെ മനസ്സിൽ വെച്ച് എനിക്കിപ്പം BP കൂടിയിട്ട് ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ടാണ് വരുന്നൊക്കെ പറയും. അത് കേൾക്കുമ്പോഴത്തേനും എനിക്കങ്ങ് ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട്. എനിക്ക് എന്താ പറ്റിയ വല്ലതും വയ്യാടി ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുക. അതൊക്കെ മാറി, എന്നാലും ഭയങ്കര മാനസിക ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. ആദർശേട്ടൻ ഇത് ഇടത്തിയോടെങ്കിലും കാര്യം തുറന്നു പറ എന്ന് പറഞ്ഞ് അനി ഉപദേശിക്കുന്നൊക്കെ ഉണ്ട്. അന്നേരം ആദർശ് അങ്ങ് പോകുന്നുണ്ട്. ആദർശ് പോയ പുറകെ തന്നെ നയന വന്ന് അനിയോട് പറയും, അനി അന്നേരത്തെ ആദർശേട്ടൻ്റെ ആ മാനസികാവസ്ഥ കാരണമാണ് അന്നേരം ഇങ്ങനെ ദേഷ്യപ്പെട്ട കേട്ടോ, നീ അതൊക്കെ ക്ഷമിക്കണം എന്നൊക്കെ പറയും. നിന്നോട് വല്ലതും പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആദർശേട്ടൻ. പറയും, എന്നോടൊന്നും പറഞ്ഞില്ല, എന്നോട് വഴക്ക് പറഞ്ഞതൊക്കെ പോട്ടെ, എന്തായാലും ഏട്ടത്തി എന്ന് ആദർശേട്ടനോട് കാര്യം എന്താണെന്ന് തിരക്ക്, ഇതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത്, സീരിയസ് ആകും, പല പ്രോബ്ലം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കാര്യം എന്താണെന്ന് അറിയാൻ പറയും. ആദർശേട്ടൻ എന്നോട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇന്ന് പറയുമായിരിക്കുമെന്ന് നയനയും പറഞ്ഞിട്ടാണ് പോകുന്നത്. അന്നേരം കാണിക്കുന്നത് പിന്നെ ആദർശ് ഇങ്ങനെ റൂമിൽ പോയി ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്, നയനോട് പറയുന്നതിനെ കുറിച്ചായിരിക്കും ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.